കൂത്താട്ടുകുളത്ത് കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസ് നിയമസഭയിൽ അവതരിപ്പിച്ച് പ്രതിപക്ഷം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് അനൂപ് ജേക്കബ് MLA അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി. എന്നാൽ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. കൗൺസിലറുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് 4 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. വിവരങ്ങളുമായി അർജുൻ രാജ് ആണ് ചേരുന്നത്. അർജുൻ രാജ്, പ്രതിപക്ഷം ഇക്കാര്യം സഭയിൽ ചർച്ച ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിലാണിപ്പോൾ മുഖ്യമന്ത്രി ഒരു മറുപടി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷം തൃപ്തരാണോ? വിവരങ്ങൾ നൽകാം. പ്രതിപക്ഷം തൃപ്തരല്ല. ഇപ്പോൾ സഭയിൽ പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചത്. ഈ കൗൺസിലർ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മകന്റെ പരാതിയിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെയുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ തട്ടിക്കൊണ്ടുപോകലും തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷവുമായി ബന്ധപ്പെട്ട് 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചത്. ഇപ്പോൾ അവിടെ ഒരു സംഘർഷത്തിന്റെ സാധ്യത ഇല്ല, ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി ഈ വിഷയം അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യേണ്ടതില്ല സഭയിലെന്ന് പറഞ്ഞത്. പക്ഷേ അക്കാര്യത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അനൂപ് ജേക്കബ് MLA ആണ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. അനൂപ് ജേക്കബ് പറയുന്ന പ്രധാനപ്പെട്ട വിമർശനം, കഴിഞ്ഞ ആഴ്ചയാണ് മുഖ്യമന്ത്രി സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സഭയിൽ സംസാരിച്ചത്. പക്ഷേ അങ്ങനെ മുഖ്യമന്ത്രി സംസാരിച്ചതിന് ശേഷം ഒരാഴ്ച പിന്നിടുമ്പോഴാണ് CPM-ന്റെ തന്നെ ഒരു കൗൺസിലർക്ക് ഈ തരത്തിൽ അവസ്ഥയുണ്ടായതെന്നാണ് അനൂപ് ജേക്കബിന്റെ പ്രധാനപ്പെട്ട വിമർശനമായി ഉള്ളത്. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം തന്നെയാണ് CPM നേതാക്കൾ തന്നെ കൗൺസിലറെ ആക്രമിക്കുന്നതെന്നാണ് അനൂപ് ജേക്കബിന്റെ വിമർശനം. കൗൺസിലറുടെ കാല് വെട്ടിയെടുക്കുമെന്ന് പറയുന്നതാണോ സ്ത്രീ സുരക്ഷയെന്നാണ് MLA ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് CPM ആണെന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കൗൺസിലർ തട്ടിക്കൊണ്ടുപോകാൻ കൂട്ടുനിന്നത് ഒരു പോലീസുകാരനാണെന്നുള്ളതും അദ്ദേഹം ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനമാണ്. അങ്ങനെ 25 വർഷം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച വനിതയ്ക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് CPM. സർക്കാരിന്റെ നേതൃത്വത്തിൽ എന്ന തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അനൂപ് ജേക്കബ് MLA ഈ മറുപടിയായി ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്റെ കൺമുന്നിൽ നടന്ന സംഭവത്തിൽ കേസെടുക്കണമെങ്കിൽ പരാതി വേണമെന്നാണ് മൂവാറ്റുപുഴ DYSP പറഞ്ഞത്. ഒരു വിധവയ്ക്ക് നഗരമധ്യത്തിൽ വസ്ത്രാക്ഷേപത്തിന് വിധേയാകേണ്ടി വന്നു എന്ന വിമർശനം ഉണ്ട്. ഒരു സെലിബ്രിറ്റിക്ക് നേരെ ആക്ഷേപം ഉണ്ടായപ്പോൾ വളരെ വേഗത്തിൽ പോലീസ് കേസെടുത്തതാണ്. പക്ഷേ ഈ വിഷയത്തിൽ പോലീസിൻ്റേത് വീഴ്ചയാണെന്ന തരത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ കൗൺസിലർ CPM കൗൺസിലർക്ക് നേരെ തന്നെ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് CPM-ന്റെ നേതാക്കൾ തന്നെയാണ്. നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ കൗൺസിലർ തട്ടിക്കൊണ്ടുപോകുകയും അവരെ പരസ്യമായി അപമാനിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറിയത്. ഇതിന് പിന്നിൽ CPIM നേതാക്കളാണ്. പോലീസുകാർ ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. എന്നിട്ടും യാതൊരു തരത്തിലുള്ള നിയമപരമായിട്ടുള്ള നടപടിയും ഉണ്ടായിട്ടില്ലെന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതേസമയത്ത് ഈ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി തേടിയ ഘട്ടത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി അവിടെ ക്രമസമാധാനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ക്രമസമാധാന പ്രശ്നം ഇല്ല, സംഘർഷ സാധ്യത പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിനുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നിയമസഭയിൽ ഉണ്ട്. രൂക്ഷമായിട്ടുള്ള വിമർശനത്തോടു കൂടിയാണ് അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്നത്. സഭയിൽ കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ ആ വിഷയം വലിയ തരത്തിൽ ചർച്ചയാവുകയാണ്.